വീട് കെട്ടാ തീരുമാനിക്കുന്നവന്, കച്ചവടം തുടങ്ങാ തീരുമാനിക്കുന്നവന്, പെണ്ണ് കാണാ തീരുമാനമെടുക്കുന്നവന്, മോനെ ഏത് കാര്യം ചെയ്യാ തീരുമാനിക്കുമ്പോഴും നീ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നതിൽ പടച്ച റബ്ബിന്റെ സഹായം വേണോ? അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യണോ? നിന്റെ കച്ചവടത്തിൽ ബർക്കത്ത് വേണോ? നിന്റെ സമ്പത്തിൽ ബർക്കത്ത് വേണോ? നിന്റെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് വേണോ? നിന്റെ മക്കളിൽ ബർക്കത്ത് വേണോ? നിന്റെ ഭക്ഷണത്തിൽ ബർക്കത്ത് വേണോ? നിന്റെ ആയുസ്സിൽ ബർക്കത്ത് വേണോ? അള്ളാഹു നൽകിയിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും നിനക്ക് ബർക്കത്ത് വേണോ? ഇതൊക്കെ നിലനിൽക്കണോ? നിനക്ക് സമാധാനം വേണോ? അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, ഞാനൊരു പുതിയ കച്ചവടം തുടങ്ങാ പോവുകയാണ്, ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്തെന്ന് ലോകത്തിന്റെ നേതാവിനോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്ത മറുപടി, സ്വഹാബാ, 2 റക്അത്ത് നമസ്കരിച്ചിട്ട് നീ ദുആ ചെയ്യുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, പടച്ചവനെ 2 റക്അത്ത് നമസ്കരിക്കാരാ, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യ്, എന്നിട്ട് വേണം നീ അതിനു വേണ്ടി ഇറങ്ങേണ്ടതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആദ്യം 2 റക്അത്ത് നിസ്കരിക്ക്, എന്നിട്ട് അള്ളാന്റെ കയ്യിൽ ഏൽപ്പിക്ക്. പടച്ചവനെ കച്ചവടത്തിന് ഇറങ്ങുകയാ, യാത്രയ്ക്ക് ഇറങ്ങുകയാ, പെണ്ണ് കാണാൻ ഇറങ്ങുകയാ, വീട് വെക്കാൻ ഇറങ്ങുകയാ, എക്സാമിന് വേണ്ടി ഇറങ്ങുകയാ, ജോലിക്ക് വേണ്ടി പോകുകയാ. അള്ളാഹുവേ, ഖൈറും ഷർറും നിനക്കറിയാം, അള്ളാഹുവേ നീ സഹായിക്കണേ എന്ന് ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ നിസ്കരിച്ചിട്ടുണ്ടോ, ദുആ ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടൊക്കെയാണ് ഹജ്ജിന് പോകുന്നവർ പള്ളിയിൽ വന്ന് നിസ്കരിച്ച് ദുആ ചെയ്തിട്ട് പോകുന്നത്. ഏത് കാര്യമാണെങ്കിലും അങ്ങനെ